നമസ്കാരം. ഞാൻ Dr.C.A Abdul Khadir, തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം മേധാവിയും റൊമറ്റോളജി സ്പെഷ്യലിസ്റ്റുമാണ്. മെയ് 20 എല്ലാ വർഷവും ഓട്ടോ ഇമ്മ്യൂൺ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് ദിവസമായി ലോകമെമ്പാടും ആചരിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം ഈ ആർത്രൈറ്റിസുകളെല്ലാം തന്നെ ഇത് ശരിക്കും സന്ധികളെ മാത്രം അഫക്റ്റ് ചെയ്യുന്ന ഒരു അസുഖമല്ലെന്നും ഇത് ശരീരം മൊത്തം വ്യാപിക്കുന്നതും എല്ലാ അവയവങ്ങളെയും ഇത് അഫക്റ്റ് ചെയ്യുന്നതാണെന്നുള്ള ധാരണ ജനങ്ങൾ ഉണ്ടാക്കാനാണ് പ്രധാനമായിട്ടും ഈ സന്ദർഭം ഉപയോഗിക്കേണ്ടത്. എന്നാൽ ഈ വർഷം നമ്മൾ ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എല്ലാവർക്കും അറിയാം, കോവിഡ് എന്ന മഹാമാരി ലോക ജനതയെ ഒന്നടങ്കം, വിശേഷ്യ ഇന്ത്യയിലും കേരളത്തിലും അത് ഉഗ്രതാണ്ഡവം ആടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സമയം വിശേഷ്യ ഇമ്മ്യൂൺ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ ബാധിക്കുന്ന അസുഖമായ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ഉള്ള രോഗികൾക്ക് പലവിധ സംശയങ്ങളും ഉണ്ടാകും. അത് സാധാരണമാണ്. ഈ സംശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ എൻ്റെ ഒബ്സർവേഷൻ നിങ്ങളോട് പറയുന്നത്. പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് പറയാറുള്ളത്. ഒന്ന്, ഈ കോവിഡ് മഹാമാരി അനുഭവിക്കുന്ന സമയത്ത് നമ്മളുടെ സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ, ഏത് അസുഖത്തിലാണോ കഴിക്കുന്ന ആ മരുന്നുകളെല്ലാം തന്നെ കൃത്യമായി കഴിക്കേണ്ടിയിരിക്കുന്നു. യാതൊരു കാരണവശാലും മരുന്നുകൾ, ആർത്രൈറ്റിസിൻ്റെ ഉപയോഗിക്കുന്ന മരുന്നുകൾ ഒരു കാരണവശാലും നിർത്താൻ പാടില്ലായിരുന്നു. കൂടാതെ ഇതിന് ഉപയോഗിക്കുന്ന പല മരുന്നുകളും, വിശേഷ്യ ഹൈഡ്രോക്സിക്ലോറോക്വിൻ പോലുള്ള മരുന്നുകൾ ഈ രോഗത്തെ കൂടി, അതായത് കോവിഡിനെ കൂടി പ്രതിരോധിക്കാൻ ശേഷിയുണ്ടെന്ന് പല പഠനങ്ങളിലും തെളിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അതിന് ഉദാഹരണമായിട്ട് ധാരാളം കേസുകൾ നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നതാണ്. വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും രോഗം ബാധിക്കുകയും എന്നാൽ ഈ രോഗത്തിന് ഉള്ള ആൾക്കാർക്ക്, വിശേഷ്യ ഈ പറയുന്ന ഗുളികൾ കഴിക്കുന്നവരുടെ രോഗം വളരാതിരിക്കുള്ള അനേകം സന്ദർഭങ്ങളുണ്ട്. പക്ഷേ ഇതെല്ലാം ഒരു ചാൻസ് ആയി മാത്രം കണക്കാക്കിയാൽ മതി. എന്നാലും ഈ ഗുളികൾ ഒരു കാരണവശാലും മുടക്കാൻ പാടില്ല, അത് കണ്ടിന്യൂ ചെയ്യും. രണ്ടാമതായി, ആളുകൾക്ക് വളരെയധികം സംശയങ്ങളുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ഈ വാക്സിനേഷൻ പറ്റി. ദിവസേന അനേകം രോഗികൾ അന്വേഷിക്കാറുണ്ട്, എനിക്ക് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ സന്ധിവാതമുണ്ട്, ലൂപ്പസ് ഉണ്ട്, എനിക്ക് ഇമ്മ്യൂൺ റിലേറ്റഡ് ഡിസോർഡർ ഉണ്ട്, അതുകൊണ്ട് ഈ വാക്സിൻ എനിക്ക് എടുക്കാമോ? തീർച്ചയായും ആമുഖമായിട്ട് ഞാൻ പറയട്ടെ, വാക്സിൻ്റെ പ്രവർത്തനം നമ്മുടെ ഇമ്മ്യൂൺ മീഡിയേറ്ററാണ്. നമ്മുടെ ശരീരത്തിലുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഉദ്ദീപിക്കാനാണ് വാക്സിനേഷൻ. അത് കൊണ്ട് പക്ഷേ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറുള്ള രോഗികൾ പൊതുവെ നമ്മുടെ ഇമ്മ്യൂണിറ്റി മറ്റുള്ളവരെ പോലെ അത്ര ഇഫക്റ്റീവായിട്ട് പ്രതികരിക്കും എന്ന് വിചാരിക്കേണ്ട. പക്ഷേ എന്ത് വിചാരിച്ച് നമുക്ക് വാക്സിനിൽ നിന്ന് കിട്ടുന്ന പ്രൊട്ടക്ഷൻ അത് എത്രയും ചെറുതുമാവട്ടെ അത് കിട്ടിയേ പറ്റും. ആയതിനാൽ തീർച്ചയായിട്ടും നമുക്ക് വേറെ മറ്റ് സ്ഥിരമായ കോൺട്രാഇൻഡിക്കേഷൻ ഒന്നുമില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വാക്സിനേഷൻ എടുക്കണം. വാക്സിനേഷൻ എടുത്താൽ മാത്രമേ നിങ്ങൾ എന്തുമാത്രം പ്രൊട്ടക്ഷൻ കിട്ടുമോ അത്രയും കിട്ടട്ടെ. ആയതിനാൽ എല്ലാ രോഗികളും നിങ്ങളുടെ ഡോക്ടർമാരുടെ ഉപദേശപ്രകാരം വാക്സിൻ എടുക്കണമെന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.